ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, കീഹോൾ ക്ലിനിക്കിലെയും VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെയും മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗത്തിൻ്റെ മേധാവിയാണ്. നമ്മൾ വളരെ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ബാരിയാട്രിക് സർജറി അല്ലെങ്കിൽ മെറ്റബോളിക് സർജറി, വെയിറ്റ് ലോസിനുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ എന്നുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ പലരും സമീപിക്കാറില്ല. എത്രയാണ് കോസ്റ്റ് എന്ന് അന്വേഷിക്കുന്നത് തന്നെ വളരെ ചുരുക്കമായിട്ട് വരും. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ലക്ഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അയ്യോ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൊസീജിയേഴ്സിൻ്റെ ചിലവ് കേരളത്തിൽ ഉള്ള കാര്യത്തെക്കുറിച്ച് എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, നമുക്ക് ആ സമയത്ത് മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിലവുകൾ അധികമായിട്ട് വരാം. കാര്യം പറയുന്നത്, ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്, ഞങ്ങൾ പറയും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൂടാതെ ഈ ഡയാലിസിസിനുമായിട്ട് ബന്ധപ്പെട്ട് നെഫ്രോളജിയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ദിവസം കിടക്കേണ്ടതുകൊണ്ട് ഒരു 1 ലക്ഷം രൂപയോളം അഡീഷണലായിട്ട് ചിലവ് വരാറുള്ളതാണ്. അപ്പം മെഡിക്കൽ പ്രശ്നങ്ങളുള്ളത് ഒരു കാരണമാണ് അഡീഷണലായിട്ട് ചികിത്സ വരുമ്പോഴത്തേക്ക്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും. നമ്മളിപ്പം സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ് കോമൺ ആയിട്ട് പോകുന്നത്. അതല്ലെങ്കിൽ ഗ്യാസ്ട്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ തയ്യൽ മാത്രം ഇടുന്ന പ്രൊസീജിയർ ഉണ്ട്. അപ്പം സ്റ്റിച്ചസ് ഇടുന്ന ആ പ്രൊസീജിയറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെ ചിലവ് വരാം. മൊത്തം ചിലവാണ് ഞാൻ പറയുന്നത്. ആശുപത്രി അഡ്മിഷൻ ടു ഡിസ്ചാർജ്. അതിനകത്ത് സാധാരണ വരാത്തത് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നതോ ആഹാരത്തിൻ്റെ ആ സമയത്ത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോഴത്തെ മെഡിസിൻ വെച്ച് ബാക്കി എല്ലാം വരുന്ന ഒരു കോസ്റ്റാണ് ഈ പാക്കേജ് കോസ്റ്റ് എന്നൊക്കെ ഹോസ്പിറ്റലിൽ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് മൊത്തം എത്ര കോസ്റ്റ് ആവുമെന്ന് കണ്ടുപിടിക്കുക. അല്ലാതെ ഓപ്പറേഷൻ്റെ കോസ്റ്റ്, അനസ്തീഷ്യ കോസ്റ്റ് ഒന്നും വ്യത്യാസിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മളെ തെറ്റിക്കും. ഞങ്ങളെപ്പോഴും പറയാറുള്ളത് മൊത്തമായിട്ടുള്ള ചില. അപ്പോൾ അത് 2 ലക്ഷത്തോളം ഈ ഗ്യാസ്ട്രോപ്ലാസ്റ്റിക്ക് കോസ്റ്റ് വരും. ബലൂൺ ട്രീറ്റ്മെൻറ്റും 2 ലക്ഷത്തോളം എന്തായാലും കോസ്റ്റ് വരും. ശരിക്കുമുള്ള ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് സർജറികൾക്ക് 4 ലക്ഷത്തോളം ചിലവുണ്ട്. ബൈപ്പാസ് സർജറിക്കാണെങ്കിൽ 4 ലക്ഷത്തോളം കോസ്റ്റ് വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നത് 4-4.5 വരുന്നത് നമ്മൾ റൂം എടുത്തിട്ട് ആ ഒരു ആശുപത്രിയിൽ ചികിത്സ, നല്ല സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ ഏറ്റവും നല്ല വിദഗ്ധരായിട്ടുള്ള ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഒരു സർജൻ മാത്രമല്ല, അതിൻ്റെ ടീമും പ്രാധാന്യമുണ്ട്. കൂടെയുള്ള അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സർജന്മാർ, അവിടെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാരെല്ലാം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു കോസ്റ്റാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ത് ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഉപകരണങ്ങളായിട്ടും പ്രധാനമായിട്ട് ഉപയോഗിക്കും. കാരണം അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഞാൻ വളരെ കൃത്യമായിട്ട് പേഷ്യനോട് പറയാറുണ്ട്, ലോകത്തിൽ ഇതിൽ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് ലോകോത്തരമായിട്ടുള്ള ഒരു ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു കോസ്റ്റ് വരിക എന്നുള്ളത്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കോസ്റ്റുകളൊക്കെ നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, കേരളത്തിന്റെ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കൂടുതലാണ്. ഇപ്പൊ ഡൽഹി, ബോംബെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യുമ്പം 7 ലക്ഷം രൂപ ചെലവ് വരുന്ന ഓപ്പറേഷൻസ് ആണ് നമ്മൾ 4-4.5 ലക്ഷത്തിന് മൊത്തം ചെലവായിട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വാർഡിൽ ട്രീറ്റ്മെന്റ് എടുക്കാം. വാർഡിലെ കോസ്റ്റ് എന്തായാലും ഒരു 10% കുറവായിരിക്കും. നമ്മൾ അതുപോലെ തന്നെ AC റൂമൊക്കെ എടുക്കുമ്പോഴായിരിക്കും ഈ നമ്മൾ പറഞ്ഞ സാധാരണ ചെലവിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ മനസ്സിലാക്കാനുള്ളത്, ഇപ്പം ഇൻഷുറൻസിലും ഇത്തരം ഓപ്പറേഷൻസിന് കവറേജ് കിട്ടുന്നുണ്ട്. ബലൂൺ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഈ സ്ലീവ് ഗ്യാസ്ട്രക്ടമി ആയിക്കോട്ടെ, ബൈപ്പാസ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ 4 വർഷത്തിൽ കൂടുതലായിട്ട് ഇൻഷുറൻസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ തുക ശരിയായിട്ട് അവർ 3 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ കോസ്റ്റ് നമ്മൾ ഉള്ള ഇൻഷുറൻസ് ആണ് എടുത്തിട്ടില്ലെന്നുള്ള, പ്രീമിയം ഉള്ള ഇൻഷുറൻസ് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കവറേജും കിട്ടും. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും ആവശ്യമുള്ള കാര്യം. നമ്മൾ നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3-4 വർഷം കഴിയുമ്പോഴാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒബീസിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നു, ഒബീസിറ്റി കൊണ്ടുള്ള മെഡിക്കൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ തേടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റിനെ കുറിച്ച് ആലോചിക്കുക തന്നെ വേണ്ട. ചെറിയൊരു കോസ്റ്റ് എന്തെങ്കിലും ഇതിൻ്റെ ആയിട്ട് സൈഡായിട്ട് വരുന്ന കോസ്റ്റുകളൊക്കെ മാത്രമേ നമുക്ക് എടുക്കേണ്ടി വരത്തുള്ളൂ. അപ്പം കോസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നമുക്ക് സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ കോസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഈ ഒബീസിറ്റി കൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഡയബറ്റീസ് വന്നു, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഊർക്കമ്പലിയുടെ പ്രയാസങ്ങളുണ്ട്, കിഡ്നി ഫെയിലിയറിലോട്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എത്ര ലക്ഷം ചിലവാക്കിയാലും നമുക്ക് ചിലപ്പോൾ റിക്കവറി തന്നെ സാധ്യമാകത്തില്ല. അപ്പോൾ ഒറ്റമൂലി പോലെ നമ്മുടെ വളരെയധികങ്ങളായിട്ടുള്ള മെഡിക്കൽ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോസ്റ്റ് എടുത്താലും നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ വളരെയധികം ആ ഒരു ഇൻഷുറൻസും ഇല്ല, നമുക്ക് കോസ്റ്റ് താങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചില ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അവലംബിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. നമസ്കാരം.